ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ചൂരത്ത് കയറിക്കുന്ന ഒരു കട്ടിൽ കാണണം ഗൈസ്. ഞാൻ കുറേ നാൾക്ക് ശേഷം നിങ്ങൾക്കൊരു ഫർണിച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ. ഞാൻ പറഞ്ഞ ചൂരത്ത് കയറിയിരിക്കുന്ന കട്ടില് ഇതാണ് 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 ഇവനാണ് അതുണ്ടാക്കിയവൻ. ഇവനെങ്ങനെ നേരത്തെ പരിചയമുണ്ടോ? എൻ്റെ വീഡിയോയുടെ നേരത്തെ പണ്ട് വൈറലായിട്ടുള്ള ഗ്രാവിറ്റി ബൈക്കിന്റെ സൈക്കിളൊക്കെ ഉണ്ടാക്കിയ പയ്യനാണ് അവന്. നീ സൈക്കിൾമേ വിട്ടിപ്പോ കട്ടിൽമേ കയറിയടാ. ജീവിക്കാനാ? അവൻ നേരെ സൈക്കിൾമേ വെറൈറ്റീസ് സൈക്കിൾ കിടന്നൂന്ന് മലന്നൂന്ന് ഇപ്പൊ കട്ടിലുണ്ടാക്കി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണ് ഇപ്പൊ DTM ഫർണിച്ചേഴ്സിന്റെ ഓണർ, അവനാണ് അതിന്റെ ഡിസൈനർ. അപ്പൊ അവൻ സ്വന്തമായിട്ട് സംഭവം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ വിശേഷം ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ വേറൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ പഴയ വീഡിയോസ് കണ്ടറിയാം. ഞാൻ ഒരു ആമസോണിൻ്റെ ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. 3D ആർട്ടിസ്റ്റാണ് ഞാൻ. റിസൈൻ വെച്ചിട്ട് പുതിയൊരു എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയ ഒരു ആശയം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഫർണിച്ചറിൻ്റെ ഒരു ഷോപ്പ് ഇടാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ സാധാരണ ആൾക്കാരിൽ ചെയ്യുന്ന പോലത്തെ അല്ല, നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡലിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫർണിച്ചറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഇരുമ്പായിരിക്കും. അതായത് മരത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതിൽ തന്നെ ഇപ്പം മരം എന്ന് പറയാനായിട്ട് ഫ്ലൈവുഡ് ഉണ്ട്, അത് മാത്രം മരം എന്ന് പറയാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇരുമ്പാണ്. സാധാരണ ഇപ്പോൾ മരത്തിൻ്റെ കട്ടിലുകൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ഒരു പ്രാണി വന്ന് കുത്തിയിട്ട് ഇങ്ങനെ ഒരു പൊടി പോലെ കട്ടിലിൻ്റെ അടിയിൽ എടുക്കുന്ന കാണാം. അപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള അവസ്ഥ. അതുമാതിരി ഇപ്പോൾ റെഡിമെയ്ഡ് വാതിലുകൾ വാങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിച്ചറിയാം, ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും തന്നെ പൊടിഞ്ഞു പോകണ കാണാം കട്ടിൽ, ഈ എന്താ പറയുക നമ്മുടെ വാതിലുകളൊക്കെ. അപ്പം അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ ഈ മെറ്റൽസ് വെച്ചിട്ട് ചെയ്യുന്നത്. അത് പൗഡർ കോട്ടൊക്കെ ചെയ്ത് നമ്മൾ ഫാക്ടറിയിൽ നിന്നൊരു സംഭവം എങ്ങനെയാണോ വരുന്നത് അതേപോലത്തെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങളിപ്പോൾ പൈസ ഇല്ലാത്തവരാണ്, നിങ്ങൾക്കൊരു ഉള്ളിലൊരു ആകാംക്ഷ ഉണ്ടാവും, ഇത് എക്സ്പെൻസീവ് ആണോ അല്ലെങ്കിൽ പണി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, വൃത്തി ഉണ്ടാവും എന്നൊക്കെ. അപ്പം അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ഞങ്ങൾ 3D ഡിസൈൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് പണി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എങ്ങനെ ഉണ്ടാവും പണി കഴിഞ്ഞാലെന്ന്. അപ്പം അതൊക്കെ അങ്ങനെ നമ്മൾ 3D ഡിസൈൻ ചെയ്ത് കാണിച്ച് തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ പണിതാൽ മതി. നമ്മൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ റൂമാണ്. അപ്പോൾ എൻ്റെ റൂമിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഡിസൈൻ ചെയ്തത്, കാരണം നമുക്കൊരു ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു കാലമുള്ള ഈ കട്ടിലിന് 5 അടി കട്ടിലാണ്. ഞങ്ങൾ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് ഇവിടെ വീട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ 5 ആൾ വരെ എൻ്റെ മുകളിൽ കിടന്നിട്ട് ഒരു കുലുക്കില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഒരു മൂലയിലാണ് ചവിട്ടണേ, സെൻട്രലാണല്ലോ എൻ്റെ കാല്. പിന്നെ ഒരു മൂലയിലാണ് കേട്ടോ ചവിട്ടണേ. ഞാൻ നിൽക്കുക, ഒരു കുഴപ്പമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെയെന്ന് പറയണമെങ്കിൽ അവിടെ കുഷിയം വരും ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടിയിൽ ഇതേപോലത്തെ ഒരു നിയോൺ ലൈറ്റ് വരും. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മൊബൈൽ ആപ്പ് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഈ ലൈറ്റ് നമ്മളെന്തെങ്കിലും മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കത്തും. അതേമാതിരി നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കത്തിക്കാം. ഇപ്പം നിലവിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ തരം കളറുകളും ഈ LED-യിലുണ്ട്. പിന്നെയെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ വീടുകളിൽ അടിയിൽ ലൈറ്റ് വയ്ക്കുന്നത് കാണാം. കാരണം നമ്മൾ ഉറങ്ങിയൊക്കെ എടുക്കുമ്പോൾ ബാത്റൂമിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ലൈറ്റ് ഇടും. അപ്പോൾ അതിപ്പോൾ വേറെ വല്ലൊരു ഇപ്പോൾ ഒരു ഫാമിലിയാണെന്ന് വിചാരിക്കും, ഒരു ചെറിയ കൊച്ചൊക്കെ ഉള്ള ചെറിയൊരു ഡൾ ലൈറ്റ് കൊടുക്കും. അപ്പോൾ അപ്പോഴാണെങ്കിലും ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഉള്ള വീട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലൈറ്റ് ഇടുമ്പോൾ അവരുടെ കണ്ണിലേക്ക് അടിക്കുന്ന ഒരു പ്രശ്നം വരാറുണ്ട്, അല്ലെങ്കിൽ 0 ബൾബ് ഇടുമ്പോഴാണെങ്കിലും ഒക്കെ. പക്ഷെ നമ്മളിത് കട്ടിലിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കട്ടിൽ കെടുക്കുന്ന ആൾക്കാർക്ക് ലൈറ്റ് കാണാൻ പറ്റില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എണീറ്റ് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈറ്റ് കാണുള്ളൂ. അതായത് അടിഭാഗത്ത് ഫുള്ള് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ലൈറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ട, ഇതിൻ്റെ അടിയിൽ മാത്രമേ ലൈറ്റ് ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. മുകളിൽ കിടക്കുന്ന കണ്ട, ഇവിടെ ഒന്നും ഒരു തരി വെളിച്ചം പോലും തട്ടില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിടക്കുന്ന ആൾക്കാർക്ക് ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ. പിന്നെയെന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒറ്റക്കാല് കൊടുക്കാനുള്ള മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ റോബോട്ടുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പിന്നാണം പോലത്തെ ഒരു സാധനം കൂടി കളിക്കാൻ കാണാൻ പറ്റും ഈ ആമസോണൊക്കെ നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിലും അതുമാതിരി പെറ്റ്സ് ഉള്ള വീടുകളൊക്കെ ആണെങ്കിലും അവർക്ക് അതിൻ്റെ അടിയിൽ പോയി എടുക്കാനാണെങ്കിലും അവിടെ ക്ലീനിങ്ങിനും എല്ലാത്തിനും സുഖമായിരിക്കും. പക്ഷേ തട്ടണ പ്രശ്നങ്ങൾ വരില്ല, അങ്ങനെ ഒറ്റ കാലം വരുന്നുള്ളൂ. അപ്പോൾ സുഖമായിട്ട് അതിപ്പോൾ വീട്ടിലുള്ള അമ്മമാർക്കാണെങ്കിലും ചൂലുകൊണ്ട് അടിച്ചു വരി ക്ലീൻ ചെയ്യുന്നവർക്കാണെങ്കിലും കുറച്ച് കംഫർട്ടായിരിക്കും, ഒറ്റക്കാലമായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് ചെയ്തത്. പിന്നെ ഈ മോഡൽ മാത്രമല്ല, ഉള്ളിൽ ലഗേജ് വയ്ക്കാൻ പറഞ്ഞ ടൈപ്പ് നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 400 തരത്തിലുള്ള, അതായത് 400 മോഡലുകൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ വല്ല മോഡലുകൾ വേണമെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങളുടെ വീടിനനുസരിച്ചിട്ട് സ്ഥലപരിമിതിയൊക്കെ നോക്കി ചെയ്യാൻ പറ്റും. അതേമാതിരി ഈ ടേബിളാണെങ്കിലും നമ്മളിപ്പോൾ ചെയ്തിട്ട് 2 ദിവസം ആവുന്നുള്ളൂ. ഇത് പൗഡർ കോട്ടിംഗ് ഒന്നല്ല, നമ്മൾ വെറുതെ വീട്ടിലേക്ക് ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഞാൻ 3D ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ പണിയിപ്പിച്ചതാണ്. ഇപ്പോൾ എനിക്ക്
ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ട. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സിമ്പിളായിട്ട് ചെയ്തതാണ്. നമ്മുടെ പുറത്തേക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ട് ഇതിൽ നമ്മൾ ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് ചെയ്തതാണ്. നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടത്, ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ്. ഇതിപ്പോൾ പുറത്തേക്ക് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും ഇതേ ക്വാളിറ്റിയിലായിരിക്കും നമ്മൾ കൊടുക്കുക. മൊത്തം ഇരുമ്പാണ്. പിന്നെ തുരുമ്പ് കാര്യങ്ങളൊന്നും പേടിക്കണ്ട, പൗഡർ കോട്ടിംഗ് ആണ്. നമ്മൾ സാധാരണ പെയിന്റ് അടിക്കുന്ന പോലെ അല്ല, പൗഡർ കോട്ടിംഗ് ആണ്. അപ്പോൾ ഗായ്സ് വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. ലൈഫ് ടൈം ഗ്യാരണ്ടി എന്നാണ് നമ്മുടെ എണ്ണിക്കൂട്ടം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ മൊബൈൽ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫർണിച്ചർ നിങ്ങളുടെ ഇഷ്ടനുസരിച്ച് പുള്ളിക്കാൻ ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് മേടിച്ച് വെച്ച് നോക്ക്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് തീരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ ഈ മൊബൈൽ നമ്പർ കോൺടാക്ട് ചെയ്യുക. ഡെന്നിക്കിൻ്റെ മേക്കർ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സും ഡിസൈൻ ചെയ്ത് തരും. അതുപോലെ ഒരു പണം തരും ചെയ്യും ഗൈസ്. അപ്പോൾ ട്രൈ ഇറ്റ് ഔട്ട്.